മനസ്സിന് വന്ദനം. ചിലപ്പതികാരം എന്ന മഹാകാവ്യത്തിലെ ഹൃദയസ്പർശിയായ കഥ കണ്ണീരി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന കഥ. ചോളനാട്ടിലെ കാവേരി പൂമ്പ, മഹാപ്രഭുക്കളുടെ മഹാനഗരം. ആ പട്ടണത്തിലെ വൻശ്രേഷ്ഠനാണ് കോവൽ. ആ യുവാവ് മഹാധനികൻ മാത്രമല്ല, കോവലന്റെ പ്രിയ പത്നിയാണ് കണ്ണകി. മധുര ദമ്പതികളായി അവർ ജീവിതോത്സവം ആസ്വദിക്കുകയാണ്. സുന്ദരിയും സുശീലിയുമായ കണ്ണകിയെ പാണ്ഡവൻ കോവിലിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയ ആ സുലഭ നിമിഷത്തെ അവൻ ഇടയ്ക്കിടെ അവളെ ഓർമ്മിപ്പിക്കും. കണ്ണകി, മുന്നേ കിഴച്ചത് മഹാഭാഗ്യം. നീയില്ലാന്ന് എനിക്ക് വാഴയില്ല. അത് കേട്ടി അവളുടെ കവൾ നാണം കൊണ്ട് തൂത്തുപോകും. ആഹ്ലാദകരമായ തന്നെ രാത്രികൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ആയിരെ അമ്മൻ കോവിലിൽ ഉത്സവത്തിന് കൊടി കയറി. തോരണങ്ങളും കമാനങ്ങളും വന്നു. തെരുത്തെ രോഗവും ഉണർന്നു. എല്ലാറ്റിനും മുൻപന്തിയിൽ കോവലൻ തന്നെ. തെരുക്കൂത്ത് ആരംഭിക്കുകയാണ്. നാട്ടിൽ പേരുകേട്ട അഴകു കാണി മാധവിയാണ് നർത്തനി. ദീപക്കാലം തെളിഞ്ഞു. നൃത്തവേദി ഉണർന്നു. മിന്നൽക്കൊടി പോലെ ചടുല താളമേളങ്ങളിൽ മതിമറന്നാടുന്ന മാധവി ഒരു സ്വർഗറാണിയായി മാറി. ആനന്ദലഹരിയിൽ അകന്നടഞ്ഞാടുന്ന ആയിരങ്ങൾ. നൃത്തം അവസാനിച്ചു. കരഘോഷങ്ങൾക്ക് മുന്നിൽ കൈതൊഴുത് നർത്തകി അണിയറയിലേക്ക് വന്നു. ഏതോ വിഭ്രാന്തിയിൽ മതിമറന്നു നിന്ന കോവലൻ അതാ അണിയറയിലേക്ക് പായുന്നു. അവിടെ സ്വപ്നം കെടുന്ന കടമഴികളോടെ പുഞ്ചിരിയുമായി നിൽക്കുന്നു മാധവി. ഞൊടിയിൽ കോവലൻ തന്റെ രക്തഹാരം മൂരിയെടുത്ത് അവൾക്ക് നേരെ നിന്നു. മണികലും മട്ടിൽ കുണിങ്ങി ചിരിച്ചുകൊണ്ട് അവൾ കൈനി. ആ കളി കഴിഞ്ഞൊടി നേരം പുകർന്നു നിന്നു. പ്രിയരെ, കോവലന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ആ നൃത്തസന്ധ്യ. അന്ന് തൊട്ട് അവനാകെ മാറി. വീട്ടിലെത്തുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. അവന് കണ്ണകിയെ കാണുന്നതേ ദേഷ്യമാണ്. മദ്യപിച്ചു വന്ന ബഹളം കൂക്കുന്ന കോവലന്റെ കാലിൽ പിടിച്ച് അവൾ കണ്ണീരോട് ചോദിക്കുന്നു, ഞാൻ എന്തും തെറ്റ് ചെയ്തു? അവൻ എന്തിനെങ്കിലും നശിക്കുന്നു? മാറുന്നില്ലെങ്കിൽ പിന്നാമേ പുറത്തു വേദമേ മാധവിയെ സ്വർഗരാജ്യമാണു കാമിനി. ആ മനോഹരങ്കിൽ നിന്ന ചുറ്റുവട്ടമെത്തുവാൻ 7 ജന്മമെങ്കിലും ജനിക്കണം, ഓർക്കണം. ചവിട്ടേറ്റ വേദനയിലും ആ പാവം ധർമ്മപത്നി കണവന് വേണ്ടി പ്രാർത്ഥിച്ചു. ചവിട്ടിക്കുറഞ്ഞറിയുമ്പോഴും ആ കാലുകളിൽ കെട്ടിപ്പിടിച്ച് തന്റെ പ്രിയതമന് സദ്ബുദ്ധി തോന്നുവാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുന്ന സ്ത്രീരത്നങ്ങൾ ഭാരതത്തിന്റെ മാത്രം പാരമ്പര്യമാണ്. അത് മാതാമ്മമാർ പരിഹസിക്കുന്നത് പോലെ അവർ അപലകളോ അടിമകളോ ആയതുകൊണ്ടല്ല, മറിച്ച് കുടുംബ നന്മയുടെ കുലമഹിമയുടെ ദേവീ രൂപങ്ങളായതുകൊണ്ട്. കണ്ണകിയുടെ കണ്ണീരിൽ കുതിർന്ന നാളുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. കോവലൻ തിരിച്ചു വന്നില്ല. കാഞ്ചിപുരത്തെ മട്ടുപ്പാവിൽ മാധവി കോവലനെ മയക്കിയെടുക്കുകയാണ്. ആടിയും പാടിയും പ്രണയപൂവാടി ഇരുപോകിടങ്ങൾ പോലെ രതിച്ചു വാഴൂ. പാടി മറന്നവൻ സർവസമ്പത്തും നൽകി പ്രേമകാമത്തെ തന്നെ സ്വന്തമാക്കിയാൻ വേണ്ടി.
കാലുകൾ കൊട്ടിയടച്ചു. സർവസമ്പത്തും നഷ്ടപ്പെട്ട ആ ഹതഭാഗ്യം കുറ്റബോധത്താൽ നീളുന്ന മനസ്സുമായി ഇരുട്ടിലൂടെ നടന്നു. ഉരുകുന്ന നെഞ്ചുമായി ഒരു ഭ്രാന്തനെ പോലെ തെരുവിൽ വിതറുന്നു പാപം. ഇനിയേതു പാദം ഇരുളാണ്ട വഴി ഒരു കുഞ്ഞു കാലവുമില്ല. ഇനിയേതു പാദം ഇരുളാണ്ട വഴി ഒരു കുഞ്ഞു കാലവുമില്ല. ആ പാതിരാവിൽ കൊളുത്തിവെച്ച കൽവിളക്കിന് മുന്നിൽ കരഞ്ഞു കലങ്ങി കണ്ണുകളുമായി വിതുമ്പുകയായിരുന്നു കണ്ണൻ. പെട്ടെന്ന് പുറത്തൊരു കാലച്ച. അവൾ കരുതി വെച്ച കൊടുവാട്ടായി എടുത്തില്ല. അന്നതിന്റെ ആവശ്യവുമില്ല. കാരണം അന്നത്തെ സമൂഹം ഇന്നത്തെ പോലെ പൈശാചികമായിരുന്നില്ല. എന്നാണെങ്കിലോ 90 കഴിഞ്ഞ വൃത്തകൾക്ക് പോലും രക്ഷയില്ല. കണ്ണകി ജനൽ പഴുതിലോട് നോക്കുമ്പോൾ അവൾ വാതിൽ നോക്കിച്ചെന്ന് ആ കാലുകൾ തൊട്ടു വന്നിച്ചു. വാങ്ങും, ഉള്ള വാങ്ങും. കണ്ണകി, കാരുണ്യം വഹിക്കാത്ത മഹാപാപിയാണ് ഞാൻ. എനിക്ക് മാപ്പ് തരും.